ഹായ് മച്ചാമാരെ, ട്രിവാൻഡ്രം മിഷാസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മച്ചാമാരെ, ഇന്നത്തെ നമ്മുടെ യാത്ര വേറെ എങ്ങോട്ടുമല്ല, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് ഒരു പുതിയ ടൂറിസ്റ്റ് പ്ലേസ് ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അവിടുത്തെ വിശേഷങ്ങളും അവിടുത്തെ മനോഹര കാഴ്ചകളിലേക്ക് പോവാം. കമോ. കയറി വരുമ്പോൾ തന്നെ ഇടത് സൈഡിലായിട്ട് ഒരു റൂമും അതുപോലെ 2 ബാത്റൂമും നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ അത് ഓപ്പൺ അല്ല കേട്ടോ. ഇവിടെ ഇരുമ്പുകൊണ്ടാണ് ഇവർ സ്റ്റെപ്പൊക്കെ ചെയ്തിട്ടുള്ളത് കേട്ടോ. 2 സൈഡും ഹാൻഡ് റെയിലൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ട, ധൈര്യമായിട്ടും മുകളിലോട്ട് കയറി പോവാം. ഇപ്പോൾ സ്റ്റെപ്പിന് തന്നെ നല്ല ഹൈറ്റൊക്കെ കുറവാണ്, അതുകൊണ്ട് കയറാനൊന്നും വലിയ പാടില്ല. എത്ര പ്രായമുള്ളവർക്കും വളരെ ഈസി ആയിട്ട് തന്നെ കയറി പോകുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ടോപ്പ് സൈഡിൽ എത്താറായിട്ടുണ്ട്. മച്ചാന്മാരെ, ഇതാണ് ആ ടോപ്പ് വ്യൂ കേട്ടോ. ഇത് ഒറ്റ പാറയാണ് കേട്ടോ. ഒറ്റ പാറയിലാണ് ഈ ഒരു വിസ്മയം തീർത്തിരിക്കുന്നത്. ഇക്കഴിഞ്ഞ മാർച്ച് 7-ാം തീയതിയാണ് ഉദ്ഘാടനം കഴിഞ്ഞത്. ബഹുമാനപ്പെട്ട വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി റിയാസ് മുഹമ്മദ് ആണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാക്കിയുള്ള വിശേഷങ്ങളും കാഴ്ചകളും നമുക്ക് കാണാം. കമോ മച്ചാന്മാരെ, ഇവിടെ ഒറ്റ പാറയിലാണ് ഇത് തീർത്തിരിക്കുന്നത്. പിന്നെ ഇത് നല്ല സേഫാണ്. 4 സൈഡ് എന്താ കംപ്ലീറ്റ് ചെയ്താൽ ഇവർ കാമ്പൗണ്ട് കെട്ടി തിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട, കൊച്ചു കുട്ടികളായാലും അവർക്കൊന്നും ഒരു വിധത്തിലും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ പറയത്തക്കതായിട്ട് ഇവിടെ ഇനി ഭാവിയിൽ ഇവിടെ സ്റ്റേജ് പോലെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഓപ്പൺ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമൊക്കെ ചെയ്യാൻ വേണ്ടിയാണെന്ന് തോന്നുന്നത്. ഇവിടെ ഇത് ചെറിയൊരു പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. ഇതാണ്ടോ, ഇവിടെ വെച്ച് നമുക്ക് എന്തായാലും ഓപ്പൺ ആയിട്ടൊക്കെ എന്തെങ്കിലും ചെറിയ ഫങ്ഷൻസൊക്കെ നടത്താൻ പറ്റും. ഇപ്പം നിലവിലിവിടെ ടിക്കറ്റ് ചാർജൊന്നും വരുന്നില്ല. ഇനി ഭാവിയിൽ വരാം, മിക്കവാറും വരും. ആൾക്കാരൊക്കെ അറിഞ്ഞു വരുമ്പോൾ തന്നെ എന്തായാലും ഇവിടെ ടിക്കറ്റ് ചാർജൊക്കെ വരുന്നതാണ്. മച്ചാന്മാരെ, ഇതാണ് എൻ്റെ ആ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് മലനിരകളൊക്കെ മഞ്ഞുകൊണ്ട് മൂടി കിടക്കുകയാണ്. ഇവിടെ ഏറ്റവും വരാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് ഒന്നീ രാവിലെ വരിക, അല്ലെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വരിക. ചുമരെ അതുപോലെ തന്നെ ഒരു ലവിൻ്റെ ഷേപ്പിൽ ഒരു കരിങ്കലൊക്കെ ഇതായി ഇട്ടിട്ടുണ്ട്. മിക്കവാറും ഇത് താമരയോ എന്തെങ്കിലുമൊക്കെ വളർത്താൻ വേണ്ടിയാണെന്ന് തോന്നുന്നു. ഭാവിയിൽ ഇവിടെ വെള്ളമൊക്കെ ഒഴിച്ച് അതൊക്കെ ചെയ്യുമെന്നാണ് തോന്നുന്നത്. പിന്നെ ഉള്ളത് ഇവിടെ വീണ്ടും ഒരു പ്ലാറ്റ്ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഒരു ഹട്ടുണ്ട് കേട്ടോ, ചെറിയൊരു ഹട്ട്. നമുക്കൊന്ന് ഇരുന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ചെറിയ രീതിയിലുള്ളൊരു ഹട്ടാണ്. ബാക്ക് സൈഡിലെ വ്യൂ ഒക്കെ എന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ. എത്ര വെയിലാണെങ്കിലും നമുക്കിതിൻ്റെ മേളിൽ കയറി കഴിഞ്ഞാൽ നല്ല കാറ്റാണ്. മച്ചന്മാരെ, ഇതാണ് ഇവിടുത്തെ മനോഹര കാഴ്ചകൾ. അപ്പോൾ കണ്ടില്ലേ, നമ്മളിപ്പോൾ ഉച്ച സമയത്താണ് വന്നിട്ടുള്ളത്. നല്ല ചൂടാണ്. പക്ഷേ ആ മലനിരകളിലെ നല്ല തണുത്ത കാറ്റുള്ളത് കൊണ്ട് നമുക്ക് ഒരു ചൂട് കേൾക്കുന്നില്ല. എന്തായാലും ഭാവിയിൽ ഇത് നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് ആകും. അതിൽ ഒരു വിശ്വാസക്കുറവും വേണ്ട. 100% ആകുമെന്ന് ഉറപ്പാണ്. ഇവിടുത്തെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് നിന്നും കാട്ടാക്കടയിലേക്ക് പോകുമ്പോൾ തൂങ്ങാമ്പാറ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. അവിടെ നിന്നും വലത്തോട്ട് തിരിഞ്ഞ് 150 മീറ്റർ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഇടത്തോട്ടൊരു ഇൻ്റർലോക്ക് ചെയ്ത റോഡുണ്ട്. അതുവഴി 100 മീറ്റർ മുന്നിലോട്ട് വരുമ്പോഴാണ് ഈ ഒരു കിടിലൻ സ്പോട്ട് വരുന്നത്. ഇവിടുത്തെ ലൊക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. മച്ചന്മാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാക്സിമം ആൾക്കാർ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അറിയാത്ത ആൾക്കാർ ഒരുപാടുണ്ട്. നമ്മളിത് പുതിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ആണ്, അതുകൊണ്ട് എല്ലാവരും അറിയട്ടെ. മാക്സിമം ആൾക്കാർ ഒന്ന് എൻജോയ് ചെയ്യട്ടെ. ഇതുപോലെ നല്ല നല്ല വീഡിയോസിനെ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയും പുതിയൊരു സ്പോട്ടൊക്കെ കാണും വരെ ട്രിവാൻഡ്രം മിഷ സൈനിങ് ഓഫ്.